ഹരിയോം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. പരാശക്തിയായ ജഗദംബികയുടെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും എന്നും ഒപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 155 ശ്ലോകങ്ങൾ വരെ കണ്ടുകഴിഞ്ഞു. ഇനി 156 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവി നമഃ. പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത്പീഠരൂപിണി. പ്രാണേശ്വരി അതായത് പഞ്ചപ്രാണങ്ങൾക്കും ഈശ്വരിയായ ദേവി. ഈ പ്രാണൻ്റെ ഗതിവിഗതികൾ അനുസരിച്ച് പ്രാണനെ 5ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒരു പ്രാണൻ തന്നെ അതിനെ 5ആയി തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഈ പ്രാണങ്ങൾക്കെല്ലാം ഈശ്വരിയായ ദേവി പ്രാണേശ്വരി. പ്രാണദാത്രി പ്രാണൻ നൽകുന്ന ദേവി. എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണൻ നൽകുന്നത് ദേവിയാണ്. അതാണ് പ്രാണദാത്രി. പഞ്ചാശത്പീഠരൂപിണി. പഞ്ചാശത്ത് എന്ന് വെച്ചാൽ 50 50 ശക്തിപീഠങ്ങളുടെ രൂപത്തിലുള്ള ദേവി. യഥാർത്ഥത്തിൽ ആചാര്യന്മാർ പറയുന്നത് 51 ശക്തിപീഠങ്ങൾ ഉണ്ടെന്നാണ് എല്ലാവർക്കും അറിയാം. അതൊക്കെയാണ് പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയത്. അങ്ങനെയുള്ള 51 ശക്തിപീഠങ്ങളുടെ രൂപിണിയായിട്ടുള്ള ദേവി പഞ്ചാശത്പീഠ രൂപിണി. അപ്പോൾ പ്രാണേശ്വരി, പ്രാണദാത്രി, പഞ്ചാശത്പീഠ രൂപിണി. അടുത്തത് വിശൃംഖല വിവിക്തസ്ഥ വീരമാതാ വിയത്പ്രസൂ. വിശൃംഖല. ശൃംഖല എന്നാൽ ചങ്ങല, വിലങ്ങുകൾ എന്നൊക്കെ അർത്ഥം. വിശൃംഖല എന്ന് വെച്ചാൽ ഈ വിലങ്ങുകളൊന്നുമില്ലാത്ത ദേവി. വിലങ്ങുകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കർമ്മബന്ധത്തിനെയും കാര്യകാരണ ബന്ധത്തെയൊക്കെയാണ്. അതൊന്നും ഇല്ലാത്ത ദേവി വിശൃംഖല. വിവിക്തസ്ഥ. വിവിക്തം എന്ന് പറയുന്നത് ഏകാന്തത. ആ ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. അതായത് എല്ലാറ്റിലും ദേവിയുണ്ട്, എന്നാൽ ദേവി അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. അതിനെയാണ് ഏകാന്തം എന്ന് പറയുന്നത്. അതാണ് വിവിക്തസ്ഥ. വീരമാതാ അതായത് വീരന്മാരുടെ അമ്മയായ ദേവി. വീരന്മാർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ പാതയിൽ കൂടെ ചരിക്കുന്നവരെയാണ് വീരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ ഒക്കെ ആ ആത്മീയ പാതയിലൂടെ ചരിക്കുന്നവരൊക്കെ തിരിച്ചറിയുന്നു ജഗദംബികയാണ് നമ്മുടെ അമ്മ എന്ന്. അതാണ് അവരെ വീരന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വീരന്മാരുടെ അമ്മ വീരമാതാ. വിയത് പ്രസൂ. വിയത്ത് എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തെ പ്രസവിച്ചവൾ, അതായത് ആകാശത്തിൻ്റെ ഉദ്ഭവസ്ഥാനം എന്നർത്ഥം. ഈ പഞ്ചഭൂതങ്ങളിൽ ആദ്യമുണ്ടായത് ആകാശമാണ്. ശബ്ദ തന്മാത്രയിൽ നിന്നും ആകാശമാണ് ആദ്യമുണ്ടായത്. അതാണ് ഇവിടെ വിയത് പ്രസൂ എന്ന് പറയുന്നത്. വിശൃംഖല വിവിക്തസ്ഥ വീരമാതാ വിയത് പ്രസൂ. അടുത്തത് മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി. മുകുന്ദ. മുകുന്ദ എന്ന് വെച്ചാൽ മഹാവിഷ്ണു, കൃഷ്ണനെയൊക്കെ നമ്മൾ മുകുന്ദ എന്ന് പറയുന്നു. ഇവിടെ മുകുന്ദ എന്ന് പറയുന്നത് മോക്ഷം നൽകുന്ന ദേവി. മോക്ഷം നൽകുന്നവളെയാണ് ഇവിടെ മുകുന്ദ എന്നുദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ മുക്തിനിലയ. മുക്തിനിലയ എന്ന് വെച്ചാൽ മുക്തിയെ പ്രദാനം ചെയ്യുന്ന ദേവി. അതും പരാശക്തി തന്നെയാണ്. മൂലവിഗ്രഹരൂപിണി. എല്ലാ ശക്തികൾക്കും ആധാരമായ ദേവി. ഇവിടെ രാജരാജേശ്വരിയെ മൂലവിഗ്രഹരൂപിണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി. അടുത്തത് ഭാവജ്ഞ ഭവരോഗഘ്നി ഭവചക്രപ്രവർത്തിനി. ഭാവജ്ഞ. ഭാവം എന്ന് വെച്ചാൽ എല്ലാ മനോഭാവങ്ങളെയും സങ്കല്പങ്ങളെയും അറിയുന്ന ദേവി. നമ്മുടെ ഭക്തഹൃദയത്തിലെ ആ ഭക്തിഭാവനയൊക്കെയാണ് ദേവി കൂടുതലായിട്ട് അറിയുന്നത്. ഈ ബാഹ്യമായ ഉപചാരങ്ങളെക്കാൾ മഹത്തരമാണ് നമ്മുടെ ആ ഭാവം, സങ്കല്പം. അതിനെയൊക്കെ അറിയുന്ന ദേവി ഭാവജ്ഞ. ഭവരോഗഘ്നി. ഭവരോഗം എന്ന് വെച്ചാൽ സംസാരമാകുന്ന ആ മഹാരോഗത്തെ, അഗ്നി എന്ന് വെച്ചാൽ നശിപ്പിക്കുന്ന ദേവി. സംസാരമാകുന്ന മഹാരോഗത്തെ നശിപ്പിക്കുന്ന ദേവി. ഈ സംസാരം തന്നെ വന്നു ചേർന്നിരിക്കുന്നത് അവിദ്യ മൂലമാണ്. ആ അവിദ്യയെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ജ്ഞാനാമൃതം നൽകി. അങ്ങനെ ജ്ഞാനാമൃതം നൽകി ദേവി നമ്മുടെ ഈ സംസാരമാകുന്ന മഹാരോഗത്തെ ശമിപ്പിക്കുന്നു. അതാണ് ഭവരോഗഘ്നി.
ഭവചക്രപ്രവർത്തിനി. ഭവചക്രം അതായത് സംസാരചക്രം, കാലചക്രം, അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ദേവിയാണ്. അതാണ് ഭാവജ്ഞ, ഭവരോഗഘ്നി, ഭവചക്രപ്രവർത്തിനി. അടുത്തത് ഛന്ദസാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി. ഛന്ദസാര, ഛന്ദസ് എന്നാൽ വേദം എന്നർത്ഥം. വേദമന്ത്രങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഗായത്രിയാണ്. അതുകൊണ്ട് ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളുടെ സാരമായ ദേവി ഛന്ദസാര. ശാസ്ത്രസാര, ശാസ്ത്രങ്ങളുടെയും സാരമായ ദേവി. ഈ ആർഷഭാരതത്തിലെ സംഭാവനയായി ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്ര പഠനത്തിലൂടെ നമുക്ക് ദേവിയെ കൂടുതൽ അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളുടെയൊക്കെ സാരമാണ് ദേവി. അതാണ് ശാസ്ത്രസാര. മന്ത്രസാര, മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങളുടെയും സാരമായ ദേവി. മന്ത്രം വെറുതെ ജപിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതിലൂടെ നമുക്ക് ആ അനുഭൂതി ഉണ്ടാകണം. അങ്ങനെ അതാണ് മന്ത്രസാര. തലോദരി, തലോദരി എന്ന് വെച്ചാൽ കൃശമായ ഉദരമുള്ള ദേവി, വളരെ കൃശമായ ഉദരമുള്ള ദേവിയാണ് തലോദരി എന്ന് പറയുന്നത്. അപ്പോൾ ഛന്ദസാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി. അടുത്തത് ഉദാരകീർത്തി ഉദ്ദാമ വൈഭവ വർണ്ണരൂപിണി. ഉദാരകീർത്തി അതായത് സത്കീർത്തിയോടുകൂടിയ ദേവി. ഉദ്ദാമ വൈഭവ, ഉദ്ദാമം എന്ന് വെച്ചാൽ അതിശ്രേഷ്ഠമായ വൈഭവത്തോടു കൂടിയ ദേവി. വർണ്ണരൂപിണി, വർണ്ണങ്ങളുടെ അതായത് അക്ഷരങ്ങളുടെ സ്വരൂപമായ ദേവി. മുൻപിലുള്ള ശ്ലോകങ്ങളിലും നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞു അക്ഷരങ്ങൾ ദേവി സ്വരൂപമാണെന്ന്. അങ്ങനെയുള്ള വർണ്ണങ്ങളുടെ അക്ഷരങ്ങളുടെ സ്വരൂപമായ ദേവി. ഉദാരകീർത്തിരുദ്ദാമ വൈഭവ വർണ്ണരൂപിണി. അടുത്തത് ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി. ജന്മ, മൃത്യു, ജര എന്തൊക്കെയാണ്? ജനനം, മരണം, വാർദ്ധക്യം, ഇതൊക്കെ ദുഃഖഹേതുക്കളാണ്. എന്നിവയാൽ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ശാന്തി നൽകുന്ന ദേവി. അതാണ് ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി. അടുത്തത് സർവോപനിഷദുദ്ഘുഷ്ട ശാന്തിതീതകലാത്മിക. സർവോപനിഷദുദ്ഘുഷ്ട, ഉദ്ഘുഷ്ടം എന്ന് വെച്ചാൽ ഉറക്കെ പ്രഖ്യാപിക്കുന്ന സത്യം, അതായത് വാഴ്ത്തുന്നത്. സർവ ഉപനിഷത്ത്, എല്ലാ ഉപനിഷത്തുക്കളാലും വാഴ്ത്തപ്പെടുന്നത് ദേവിയെയാണ്. അതാണ് ഇതിനർത്ഥം. ശാന്ത്യതീത കലാത്മിക, ശാന്ത്യതീതം എന്ന ഒരു കലയാകുന്ന ദേവി. അതായത് ഒന്നിലും ഉത്കണ്ഠയില്ലാത്തൊരവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത്. അതിനപ്പുറമുള്ളതാണ് പരിനിർവാണം എന്നൊരവസ്ഥ. അതൊരു മോക്ഷ അവസ്ഥയാണ്. അതിനെയാണ് ഇവിടെ ശാന്ത്യതീത കലാത്മിക. അപ്പോൾ സർവോപനിഷദുദ്ഘുഷ്ട ശാന്ത്യതീത കലാത്മിക. അടുത്തത് ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ. ഗംഭീര, ഗംഭീരമായ ഭാവത്തോടു കൂടിയവൾ. ഗഗനാന്തസ്ഥ, ഗഗനം എന്ന് വെച്ചാൽ ആകാശം. എവിടെയാണ്? ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ജീവാത്മാവിരിക്കുന്നത് അവിടെയാണല്ലോ, അതാണ് ഗഗനാന്തസ്ഥ. ഗർവിത അതായത് ഗർവോടുകൂടിയവൾ, താൻ സൃഷ്ടി നടത്തുന്നു എന്ന അഹന്തയോട് കൂടിയത്. ഈ അഹന്തയെന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായ ഒരു അഹന്തയാണ്. അതാണ് ഗർവിത. ഗാനലോലുപ അതായത് സംഗീതപ്രിയയായ ദേവി. നമുക്കറിയാം നവരാത്രി കാലത്ത് കൂടുതൽ സംഗീതജ്ഞന്മാർ ഒക്കെയാണ് ദേവിയെ ആരാധിക്കുക. അതാണ്, അപ്പോൾ അത്രയ്ക്ക് സംഗീതപ്രിയയാണ് ദേവി. അതാണ് ഗാനലോലുപ. ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ. അടുത്തത് കൽപ്പനാരഹിത കാഷ്ട അകാന്ത കാന്താർത്ഥ വിഗ്രഹ. കൽപ്പനാരഹിത, കൽപ്പനയില്ലാത്ത ദേവി. അതായത് വാസനാജന്യങ്ങളായ സങ്കല്പങ്ങൾ ഇല്ലാത്ത ദേവി എന്ന് ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥം എന്ന് വെച്ചാൽ ദേവിയോട് കൽപ്പിക്കാൻ മറ്റാരും ഇല്ല, അതും ഒരർത്ഥമുണ്ട്. അതാണ് കൽപ്പനാരഹിത. കാഷ്ഠ, കാഷ്ഠ എന്ന് വെച്ചാൽ പരമലക്ഷ്യമാകുന്ന ദേവി. ദേവിക്കപ്പുറമായി മറ്റൊന്നുമില്ല, അതാണ് കാഷ്ഠ. അകാന്ത, അകാന്ത എന്ന് വെച്ചാൽ അകം എന്ന് വെച്ചാൽ ദുഃഖവും പാപവും. അകം അന്തം, അന്തം എന്ന് വെച്ചാൽ അതിൻ്റെ അവസാനം. അപ്പോൾ ദുഃഖവും പാപവും അകറ്റുന്ന ദേവി, അതാണ് ഇവിടെ അകാന്ത. കാന്താർത്ഥ വിഗ്രഹ. കാന്തനാരാണ്? ഭർത്താവ്. ഭർത്താവിൻ്റെ അർത്ഥം പകുതി ശരീരമായിരിക്കുന്ന ദേവി, അതാണ് കാന്താർത്ഥ വിഗ്രഹ. ഇവിടെ അർദ്ധനാരീശ്വര സങ്കല്പത്തെയാണ് പറയുന്നത്.
അപ്പോൾ കൽപ്പനാരഹിത കാഷ്ഠ കാന്ത കാന്താർത്ഥ വിഗ്രഹ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും പരാശക്തിയായ ജഗദംബികയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരിയോ.